മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെക്കുറെ സുപരിചിതയായ നടിയാണ് അനു. സോഷ്യൽ മീഡിയയിലും നടി സജീവ സാന്നിധ്യം തന്നെയാണ്. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മേജിക് എന്ന ഒരൊറ്റ പരിപാടിയിലൂടെയാണ് നടി അനു കൂടുതലും ആരാധകരെ സ്വന്തമാക്കിയത്. സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള അനുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും താരത്തിന്റെ ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് അനുവിന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. 11 വർഷത്തോളമായി ഫീൽഡിൽ വന്ന അനു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെയാണ് പല ഇന്റർവ്യൂകളിലും അതുപോലെ പല അഭിമുഖങ്ങളിലും എത്തി തുടങ്ങിയത്. അങ്ങനെ ഒരു അഭിമുഖത്തിൽ വെച്ചാണ് തന്റെ 11 വർഷത്തെ കഷ്ടപ്പാടിനെ കുറിച്ച് നടി തുറന്ന് സംസാരിച്ചത്. എല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഒരു നടി തന്നെ വ്യക്തമാക്കുകയാണ്. സീരിയലുകൾ ചെയ്തതും ഷോർട്ട് ഫിലിമുകൾ ചെയ്തതും ഒക്കെ തന്നെയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. പല രീതിയിലും ജോലിയെടുത്തു അങ്ങനെ തന്നെയാണ് ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് എത്തിയത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയാണ്. ലൊക്കേഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആദ്യമൊക്കെ ബസ്സിലായിരുന്നു പോയിരുന്നത്. എന്ത് ലേറ്റായാലും ബസ്സിൽ കയറിയേ പോകാനാകൂ. ഈ വിധ സാഹചര്യമാണ് അന്ന് മുതൽക്കേയുള്ള വാശിയായിരുന്നു എനിക്ക്. സ്വന്തമായി ഫുൾ പൈസ കൊടുത്ത് ഒരു കാർ വാങ്ങണമെന്നുള്ളത്. അത് ഞാൻ വാങ്ങിച്ചെടുത്തു. നമ്മൾ പെൺകുട്ടി ആയതുകൊണ്ട് ഈ ഫീൽഡിൽ എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം കാശ് സേവ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു ഓരോ തവണയും എൻ്റെ ആലോചന. നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കണം എന്നായിരുന്നു. തെറ്റായ മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു എൻ്റെയും തീരുമാനം. മാക്സിമം കാശ് സേവ് ചെയ്യണം. ഉദ്ഘാടനങ്ങൾക്കും അഭിമുഖങ്ങൾക്കും പോകുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന പൈസ എക്സ്ട്രാ ആയി കൂട്ടിച്ചേർത്ത് വെക്കും. അത് ഞാൻ എപ്പോഴും എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പൈസയാണ്. അതാണ് ഞാൻ ഇത്രയും വലിയ ആളായി എന്നൊക്കെ എല്ലാവർക്കും തോന്നുന്നത്. ഏതൊരു പെൺകുട്ടിയുടെയും മനസ്സിലെ വലിയ ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. ആ ആഗ്രഹം എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ സ്വന്തമായിട്ട് ഒരു വീടും വാങ്ങി. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും തന്നെ എനിക്കൊരു വീട് സ്വന്തമാക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ സിറ്റിയിൽ നിന്നും തന്നെ ഞാനൊരു വീട് വാങ്ങുകയും കാറ് വാങ്ങുകയും മനോഹരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞാൻ. 11 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് മാറി എന്നും അനുമോൾ കൂട്ടിച്ചേർത്തു. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള അനു സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അനു കൂടുതലും ശ്രദ്ധ നേടിയത്. പിന്നീട് മോഡലിംഗിലൂടെയും സ്റ്റാർ മേജിക് എന്ന പരിപാടിയിലൂടെയുമാണ് അനു പിന്നീട് വീണ്ടും ശ്രദ്ധ നേടാൻ തുടങ്ങിയത്. ഏറ്റവും ഒടുവിലായി ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു മികച്ച പരമ്പരയിൽ നായികയായിട്ടും അനു എത്തിയിരുന്നു. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ അനുവിനെ നിങ്ങൾക്കിഷ്ടമാണോ? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.